തൃശൂരിൽ കട്ടിലപ്പൂവത്തിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു. കുലച്ച വാഴയും തെങ്ങുമടക്കം വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് ആന കൃഷിയിടത്തിൽ ഇറങ്ങിയത്. ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, എപ്പോഴായിരുന്നു സംഭവം? കൂടുതൽ കൃഷിയൊക്കെ നശിച്ചോ? ഇപ്പോൾ ആനയെ തിരിച്ച് കാട്ടിലേക്ക് കയറ്റി വിട്ടോ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി എത്തിയ ആന ഏറെ വൈകിയാണ് ഈ കൃഷി മുഴുവൻ നശിപ്പിച്ച് ഇവിടെ നിന്ന് മടങ്ങുന്നത്. വലിയ കാട്ടാന ശല്യമാണ് ഈ വനമേഖലയോട് ചേർന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെയുള്ളത്. തൃശ്ശൂരിൻ്റെ വിവിധ മേഖലകളിൽ ഇതെല്ലാം ഉണ്ട്. കാട്ടാന, അതിരപ്പള്ളി, അതുപോലെ തന്നെ പാലപ്പള്ളി, അതുപോലെ തന്നെ കട്ടിലപ്പൂവം, പീച്ചി വാങ്ങളെല്ലാം തന്നെ കാട്ടാന ശല്യം രൂക്ഷമായി വരികയാണ്. ഇതിനിടയിലാണ് ഇന്ന് പുലർച്ചയോടുകൂടി കാട്ടാന എത്തുകയും ഒരുപാട് സ്ഥലങ്ങളിലെ കൃഷി വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട്. താഴത്ത് മാരിയിൽ കുര്യൻ, അതുപോലെ തന്നെ വെള്ളാരത്തിൽ ജെയിംസ്, നെല്ലിക്കുന്നേൽ ഫിലിപ്പ് തുടങ്ങി നിരവധി പേരുടെ കൃഷിയിടങ്ങളാണ് വ്യാപകമായി നശിപ്പിച്ചിരിക്കുന്നത്. ഇവർ നിരന്തരമായി പരാതിപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ കാട്ടാന ചെറിയ തോതിൽ വന്ന് കൃഷി നശിപ്പിക്കുന്നുണ്ട്. ഇത്തവണ അത് കൂടുതലായി എന്നതാണ് എടുത്തു പറയേണ്ട സംഗതി. വലിയ രീതിയിലുള്ള പരാതി കർഷകരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. പക്ഷേ പരിഹാരം മാത്രം അകലെയാണ് അരുൺകുമാർ. ഓക്കെ, ശരിയാണ് ജെയ്സൺ. തുടർച്ചയായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വന്യമൃഗ ആക്രമണം. ഇന്നിപ്പോൾ നിയമസഭയിലും അത് ചോദ്യമായിട്ട് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തുകയും ചെയ്തു.